ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീനൂസ് കിച്ചൺ. ഞാനിന്നൊരു ഡെസേർട്ടുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. നമുക്ക് പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഡെസേർട്ട് റെഡിയാക്കാനായിട്ട് ഞാൻ 3/4 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യത്തിന്, ബട്ടർ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, വാനില എസൻസ് 1 ടീസ്പൂൺ, നട്ട്സ് വേണം. നട്ട്സ് ഞാൻ ബദാംസും കാഷ്യൂസുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അതൊക്കെ അതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചോറ് അരച്ചെടുക്കാനായിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ 3/4 കപ്പ് ചോറ് നമ്മൾ ചേർത്തു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പാല് കൂടി പോരുത്, 1/2 കപ്പ് മതി. പിന്നെ നമുക്ക് അതിന് ശേഷം നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊക്കെ ചേർക്കാം. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. മധുരം നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചോറ് ഞാൻ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കാനായിട്ട് നമുക്കൊന്ന് സ്റ്റൗ കത്തിക്കാം. പാന് നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ബദാംസാണ് ചേർക്കുന്നത്. ബദാംസ് ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നട്ട്സ് കാഷ്യൂസ് ചേർക്കാം. അങ്ങനെ നമ്മൾ നട്ട്സൊക്കെ ഇവിടെ നല്ല പോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ റൈസിൻ്റെ മിക്സ്ചറാണ് ചേർക്കുന്നത്. ആദ്യം നമുക്ക് നട്ട്സും റൈസിൻ്റെ മിക്സ്ചറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം. ഓവറായിട്ട് കുക്ക് ചെയ്യണ്ട. ഓവറായിട്ട് കുക്ക് ചെയ്താൽ തണുത്ത് വന്നാൽ പിന്നെ അത് അധികം കട്ടിയായി പോവും. അതുകൊണ്ടാണ് നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്യാത്തത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ റൈസിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ടും മാറിക്കിട്ടും. അങ്ങനെ നമ്മളുടെ റൈസിൻ്റെ മിക്സ്ചർ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. റൈസിൻ്റെ മിക്സ്ചർ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്കൊന്ന് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. റൈസിൻ്റെ മിക്സ് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിന് ഞാൻ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്, ഒരു 1/2 ഉറുമാമ്പഴം, ഒരു പഴം ഫുൾ എടുത്തിട്ടുണ്ട്, കുറച്ച് ഈത്തപ്പഴം. ഇതെല്ലാം കൂടെ ഈ ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഫ്രൂട്ട്സ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫ്രൂട്ട്സ് നമുക്ക് ഇത് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. ഫ്രൂട്ട്സ് നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത്, ഇനി എത്രയൊക്കെ ക്വാണ്ടിറ്റിയാണ് നമുക്ക് വേണ്ടത്, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള ഫ്രൂട്ട്സാണ് ഇപ്പോൾ ഞാൻ ഇതിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നല്ല പോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്തിട്ടുണ്ട് കൂടെ. ഇനി ഇതൊന്ന് നമുക്കൊരു 15 മിനിറ്റ് തണുപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നമ്മൾ റൈസിൻ്റെ കസ്റ്റാർഡും ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ റൈസിൻ്റെ കസ്റ്റാർഡ് തണുത്ത് വരുന്ന സമയത്ത് കുറച്ചൊന്ന് കട്ടിയാവും. അപ്പോൾ നമുക്ക് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക്
ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റായിട്ടുള്ള ഡിഷാണിത്. നമുക്ക് പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. അങ്ങനെ ചോറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് ആരും വിഷമിക്കണ്ട. അങ്ങനൊരു ചോറിൻ്റെ ടേസ്റ്റേ ഇതിന് വരുന്നില്ല. നല്ലൊരു നമ്മളുടെ കസ്റ്റാർഡൊക്കെ കഴിക്കണം അതേ ഫീലിംഗ് നമുക്ക് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്യണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീണ്ടും കാണാം. താങ്ക്